Okay, good morning students. Welcome to the online class. In today's class, we are going to discuss the topic about verification and valuation of assets and liability. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വൗച്ചിങ് ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ഒരു ഐറ്റത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇനി വൗച്ചിങ് ചെയ്ത് കഴിഞ്ഞു, പക്ഷേ ഈ വൗച്ചിങ് ചെയ്തിട്ടുള്ളത് ശരിയായിട്ടുള്ളത് തന്നെയാണോ, അല്ലെങ്കിൽ അതിൻ്റെ ഈ ഓരോ ഐറ്റംസുകളും ഇപ്പോൾ അസറ്റ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലീഗലായിട്ടുള്ള എക്സിസ്റ്റൻസ്, പൊസഷൻ, ഓണർഷിപ്പ് ഇതെല്ലാം കറക്റ്റാണോ എന്നുള്ളത് എന്ത് ചെയ്യണം, വെരിഫിക്കേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ അസറ്റ്സുകളും ലാബിലിറ്റീസുകളും എങ്ങനെയാണ് വെരിഫിക്കേഷൻ വിധേയമാക്കുന്നത് എന്നുള്ളതും, അസറ്റ്സുകളെ അല്ലെങ്കിൽ ലാബിലിറ്റീസുകളെ ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ വാല്യുവേഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ വാല്യുവേഷനെ കുറിച്ച് പറയുന്നില്ല, പക്ഷേ അസറ്റ്സുകളും ലാബിലിറ്റീസുകളും വെരിഫൈ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റ് എന്താണെന്നുള്ളത് നമുക്കറിയണം. അതായത് ഒരു ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റ് നമുക്കറിയാം. ദ റെക്കോർഡിംഗ് എൻട്രീസ് ആർ ടു എൻഷുർ ദ ഓഡിറ്റിംഗ് ഈസ് ടു ഗിവ്സ് ആൻഡ് എൻഷുർ ദ എൻട്രീസ് ആർ ഫെയർ ആൻഡ് വ്യൂ. അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നൽകിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസുകളും കറക്റ്റാണ് അല്ലേ, കറക്റ്റായിരിക്കണം. അപ്പോൾ അതിൻ്റെ ഫെയർ ആൻഡ് വ്യൂ ആയിട്ടുള്ള ട്രൂ ആൻഡ് ഫെയർ വ്യൂവിൽ തന്നെയാണോ അത് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പുവരുത്താനായിട്ട് കഴിയണം. അതിനു വേണ്ടി ഒരു എക്സാമിനേഷനായിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നതാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഓഡിറ്റർ ഈ പറയുന്ന എക്സാമിനേഷൻ ചെയ്യുമ്പോൾ അത് കറക്റ്റാണ് എന്നുള്ളത് പ്രൂവ് ചെയ്യിക്കാനായിട്ട് കഴിയണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ പറയുന്ന റെക്കോർഡ്സുകൾ അല്ലെങ്കിൽ അസറ്റ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അസറ്റ്സുകളുടെ പൊസഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പ്, അതിൻ്റെ എക്സിസ്റ്റൻസ് അതിനെയും പ്രൂവ് ചെയ്യിക്കാനായിട്ട് കഴിയണം. അത് കറക്റ്റാണ് എന്നുള്ളത് പ്രൂവ് ചെയ്യിക്കാനായിട്ട് കഴിയണം. അപ്പോൾ നമുക്ക് ഇവിടെ ബാലൻസ് ഷീറ്റിൽ ഇത്തരത്തിലുള്ള അസറ്റ്സുകളുടെ വെരിഫിക്കേഷൻ എങ്ങനെയാണ് എന്നുള്ളതും, അതുപോലെ തന്നെ അസറ്റ്സുകളുടെ വാല്യുവേഷൻ എങ്ങനെയാണെന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് ഒരു ഓഡിറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നോക്കാം. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി ഓഡിറ്റർ to ensure that the assets are really then the property of the business and the liability are actually held by the business. അപ്പോൾ 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അസറ്റ്സുകൾ റിയൽ ആണോ, അല്ലെങ്കിൽ ഫേമിൻ്റേതായിട്ടുള്ള പ്രോപ്പർട്ടീസ് തന്നെയാണോ, അതുപോലെ തന്നെ ലാബിലിറ്റീസ് എന്ന് പറയുന്നത് ആക്ച്വലി പെയ്ഡ് ആയിട്ടുള്ള ലാബിലിറ്റീസ് ആണോ, ഇത് ഓഡിറ്റർ വെരിഫൈ ചെയ്യേണ്ടതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ് അത് എൻഷുർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഓഡിറ്ററുടെ ഡ്യൂട്ടിയെ ഈ ഒരു 2 ഐറ്റം അസറ്റ്സിൻ്റെയും ലാബിലിറ്റീസിൻ്റെയും ആ ഒരു ഓഡിറ്റിംഗ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് 2 ഡ്യൂട്ടികളായിട്ടാണ് നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാനുള്ളത്. വെരിഫിക്കേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് വാല്യുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റി. ഫസ്റ്റ് നമുക്ക് നോക്കാം വെരിഫിക്കേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് എന്താണ് എന്നുള്ളത്. വെരിഫിക്കേഷൻ മീൻസ് proving the truth or confirmation of the correctness and authenticity of assets and liabilities stated in the balance sheet. ഞാൻ നേരത്തെ പറഞ്ഞ സെയിം പോയിൻ്റാണ്. അതായത് കറക്റ്റാണ് എന്നുള്ളത് പ്രൂവ് ചെയ്യിക്കണം. അപ്പോൾ സത്യസന്ധമായിട്ടുള്ളൊരു കൺഫർമേഷൻ നൽകുന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ എക്സിസ്റ്റൻസിനെ പ്രൂവ് ചെയ്യിക്കുന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ടൈറ്റിൽ ഓർ പൊസഷനെ ഒതൻറ്റിക്കേറ്റഡ് ആണ് എന്നുള്ളത് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് വെരിഫിക്കേഷൻ ഓഫ് അസറ്റ്സ് ഓർ ലാബിലിറ്റീസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദി പ്രോസസ് ബൈ ദ ഓഡിറ്റർ സാറ്റിസ്ഫൈസ് അബൌട്ട് ദ ഓണർഷിപ്പ്, പൊസഷൻ ആൻഡ് existence of the assets. In other words, the auditor has to certify the not only the correctness of the balance sheet but also to see whether a particular asset recorded of the balance sheet exists or not. 3 പോയിന്റുകൾ നന്നായി ഓർത്തു വെക്കണം. അതിൻ്റെ പൊസഷൻ, ദെൻ എക്സിസ്റ്റൻസ് ആൻഡ് ഓണർഷിപ്പ്. നൽകുന്ന നമുക്ക് ബാലൻസ് ഷീറ്റിൽ എക്സ്പ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സിബിറ്റ് ചെയ്യുന്ന ഓരോ അസറ്റ്സുകളും അല്ലെങ്കിൽ ലാബിലിറ്റീസുകൾ ഇതെല്ലാം പൊസഷൻ ട്രൂ ആണ് എന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ എക്സിസ്റ്റൻസ് ഒതൻറ്റിക്കേറ്റഡ് ആണ് എന്നുള്ളത്, അതിൽ പറയുന്നത് സത്യസന്ധമാണ് എന്നുള്ളത് പ്രൂവ് ചെയ്യിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ഇവിടെ പറയുന്ന വെരിഫിക്കേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റി എന്ന് പറയുന്നത്.
അപ്പോൾ ഈ വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ഓഡിറ്റർ കറക്റ്റാണ് എന്നുള്ളത് ജസ്റ്റ് പ്രൂവ് ചെയ്യിക്കാൻ മാത്രം പോരാ, പക്ഷെ അതിൻ്റെ ലീഗലായിട്ടുള്ള എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ അതിൻ്റെ ടൈറ്റിലിനെ എൻഷുർ ചെയ്യാനും കഴിയണം. പോർട്ടർ വളരെ ക്ലിയർ ആയിട്ട് അതിനെ എന്ത് ചെയ്തിരിക്കണം, വെരിഫിക്കേഷന് വിധേയമാക്കിയിരിക്കണം. അപ്പോൾ ഈ ഒരു ഡ്യൂട്ടി ഓഡിറ്റർക്ക് ഉണ്ടാകുമ്പോൾ അതിലേതെങ്കിലും തരത്തിലൊരു നെഗ്ലിജൻസ് ഓഡിറ്ററുടെ ഭാഗത്തു നിന്ന് അറൈസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓഡിറ്റർക്ക് എന്തായി മാറും, ലാബിലിറ്റി അറൈസ് ചെയ്യും. അപ്പോൾ ആ നെഗ്ലിജൻസിൻ്റെ സിവിയർ എങ്ങനെയാണോ അതിനനുസരിച്ച് കൊണ്ടായിരിക്കും സിവിൽ ലാബിലിറ്റി ആണോ അല്ലെങ്കിൽ ക്രിമിനൽ ലാബിലിറ്റി ആണോ അറൈസ് ചെയ്യുന്നത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻ ഇത് സെയിം തന്നെയാണ് പറയുന്നത്. ഡെഫിനിഷൻ ഓഫ് വെരിഫിക്കേഷൻ ഈസ് അക്കോർഡിംഗ് ടു സ്പൈസർ ആൻഡ് പെഗ്ലർ, the verification of assets implies an enquiry into the value, ownership and title, existence, possession and the presence of only charge on the asset. അപ്പോൾ ഒരു അസറ്റിൻ്റെ വാല്യൂ, ഫിക്സ്ഡ് ആയിട്ടുള്ള അസറ്റുകളിൽ ഇത്രയാണ് എമൗണ്ട് എന്ന് പറയുമ്പോൾ ആ എമൗണ്ടിനെ ഓഡിറ്റർ എൻഷുർ ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണ്, അതിൻ്റെ പൊസഷൻ ഒറിജിനലാണോ, അതിന് ഒറിജിനൽ ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ടോ എന്നുള്ളത്, അതിൻ്റെ ടൈറ്റിൽ എങ്ങനെയാണ്, ഇതെല്ലാം നോക്കിക്കൊണ്ടായിരിക്കും അതിനെന്ത് ചെയ്യേണ്ടത്, ഉറപ്പ് വരുത്തേണ്ടത്. ദാറ്റ് ഈസ് ദ വെരിഫിക്കേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ്. നമുക്ക് ഇനി നോക്കാനുള്ളത് എന്തൊക്കെയാണ് ഇതിൻ്റെ ഒബ്ജക്ട്സ് എന്നുള്ളതാണ്. ഒബ്ജക്ട്സ് ഓഫ് ദി അസറ്റ്സ് ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ്. അപ്പോൾ വെരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു എക്സാമിനേഷൻ ചെയ്യുന്നത് പോലെ അല്ല, ഡീറ്റെയിൽ ആയിട്ട് അതിനെന്ത് ചെയ്യാനായിട്ട് കഴിയണം, എക്സാമിൻ ചെയ്തുകൊണ്ടാണ്, ഒതൻറ്റിക്കേറ്റഡ് ആണ് അല്ലെങ്കിൽ അതിൻ്റെ എക്സിസ്റ്റൻസിൻ്റെ കൺഫർമേഷൻ ഓഡിറ്റർക്ക് പറയാനായിട്ട് കഴിയുക. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ ക്യാഷൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഫിസിക്കലായിട്ടുള്ള ഒരു എക്സാമിനേഷൻ ചെയ്യുന്നത് കൊണ്ട് ചെയ്യാനായിട്ട് കഴിയും. പക്ഷേ എല്ലാ കേസുകളിലും ഫിസിക്കലായിട്ടുള്ള എക്സിസ്റ്റൻസ് നോക്കിക്കൊണ്ട് മാത്രം ഓഡിറ്റർക്ക് വെരിഫൈ ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം എന്തെല്ലാം ഒബ്ജക്ട്സുകളാണ് വെരിഫിക്കേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസുകൾ അറൈസ് ഉണ്ടാകുന്നത്. We are discussing the object of verification of assets and liabilities. Verification of assets and liabilities means examination of each and every assets and liabilities through the actual counting and weighing and measuring. അപ്പോൾ ഓരോ അസറ്റ്സുകളും ലാബിലിറ്റീസുകളും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു എക്സാമിനേഷൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒബ്ജക്ട്സുകളാണ് നമ്മളിവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ, to find out whether the assets and liabilities shown in the balance sheet actually exist. നേരത്തെ പറഞ്ഞ പോയിൻ്റാണ്, അത് ലീഗൽ എക്സിസ്റ്റൻസിന് എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യിക്കണം. അപ്പോൾ ഓരോ അസറ്റ്സുകളും ലാബിലിറ്റീസുകളും ബാലൻസ് ഷീറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ എഴുതി വെച്ചിട്ടുള്ളതെല്ലാം എക്സിസ്റ്റഡ് ആയിട്ടുള്ളത് തന്നെയാണോ എന്നുള്ളത് എന്ത് ചെയ്യണം, എക്സാമിൻ ചെയ്യണം. അപ്പോൾ അസറ്റ്സുകളുടെ കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫിസിക്കലി അതെന്ത് ചെയ്യാം, എക്സാമിനേഷൻ ചെയ്യാനായിട്ട് കഴിയും. നമ്പർ 2, to ascertain whether the assets and liabilities appearing in the balance sheet are shown at their correct value. കറക്റ്റ് വാല്യൂ, അതായത് മാർക്കറ്റ് പ്രൈസോ കോസ്റ്റ് പ്രൈസോ ഇത് ഏതാണോ അതിനെ ഫോളോ ചെയ്യുന്ന സിസ്റ്റം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് വാല്യൂ തന്നെ ആയിരിക്കണം ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അസറ്റ്സും ലാബിലിറ്റീസുകളും മെഷർ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ വാല്യൂ അപ്പിയർ ചെയ്തിട്ടുള്ളത് കറക്റ്റാണോ എന്നുള്ളത് എൻഷുർ ചെയ്തിരിക്കണം. അനദർ വൺ, ടു സ്റ്റേറ്റ് വെദർ ദ ബാലൻസ് ഷീറ്റ് ഗിവ്സ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്. ഫെമിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ പ്രൂവ് ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റ് അല്ലേ. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്ന ഓരോ അസറ്റ്സുകളും അതെന്തായിരിക്കണം, ട്രൂ ആൻഡ് ഫെയർ വ്യൂയിലുള്ളതാണോ, സത്യസന്ധമാണോ, ശരിയായിട്ടുള്ളത് തന്നെയാണോ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാനും സ്റ്റേറ്റ് ചെയ്യാനും വെരിഫിക്കേഷൻ ആവശ്യമാണ്. നമ്പർ 4, ടു സീ ദ അസറ്റ്സ് വെർ അക്വയർഡ് ഫോർ ദ ബിസിനസ്. അതായത് അസറ്റ്സിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടായിരിക്കാം ബാലൻസ് ഷീറ്റിൽ, പക്ഷേ അതെല്ലാം ഈ ക്ലയൻറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ പ്രോപ്പർലി ആയിട്ടുള്ള എക്സിസ്റ്റൻസ് ഉള്ളതാണോ, അതിൻ്റെ പൊസഷൻ ഉള്ളതാണോ, അതിൻ്റെ ടൈറ്റിൽ ഉള്ളതാണോ എന്നുള്ളത് എൻഷുർ ചെയ്യാനായിട്ട് കഴിയണം.
അപ്പോൾ അല്ലാത്ത ഫേക്കായിട്ട് വരുന്ന ചില അസറ്റ്സുകളൊക്കെ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അസറ്റ്സിൻ്റെ വാല്യൂ കാണിക്കാനായിട്ട് അവർക്കില്ലാത്ത എക്സിസ്റ്റൻസ് ഇല്ലാത്ത അസറ്റ്സുകൾ കാണിക്കാം. പക്ഷേ ഓഡിറ്ററുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ അസറ്റ്സ് വെർ അക്വയർഡ് ടു സീ ദാറ്റ് ദ അസറ്റ്സ് വെർ അക്വയർഡ് ഫോർ ദ ബിസിനസ് ഇറ്റ് സെൽഫ്. സോ ആ ഒരു ബിസിനസ് ഓർഗനൈസേഷന് വേണ്ടി തന്നെ ആയിരിക്കണം ആസറ്റ്സുകൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഫോർത്ത് പോയിന്റ്, ടു കൺഫേം ദ പൊസഷൻ ആൻഡ് ഓണർഷിപ്പ് ഓഫ് ദി ആസറ്റ്സ് അപ്പിയറിംഗ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിലുള്ള അസറ്റ്സുകൾ ഇപ്പോൾ നമ്മൾ വാല്യൂ പറഞ്ഞത് അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുണ്ട് എക്സിസ്റ്റൻസ് ആണോ എന്നുള്ളത് നോക്കാനായിട്ട് പറഞ്ഞു. ഇതെല്ലാം വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഓഡിറ്റർക്ക് എൻഷുർ ചെയ്യാനായിട്ട് കഴിയും. അതേസമയം ഈ അസറ്റ്സുകളെല്ലാം ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നുണ്ട്, പക്ഷെ അവരുടെ സ്വന്തമായിട്ടുള്ളതാണോ അതിൻ്റെ പൊസഷനും ഓണർഷിപ്പും കൺഫേം ചെയ്യാനായിട്ടും കഴിയണം. One of the object of the verification of assets and liabilities is to confirm the possession and ownership of the assets appearing in the balance sheet. ബാലൻസ് ഷീറ്റിലുള്ള അസറ്റ്സിൻ്റെ പൊസഷനാണ് അല്ലെങ്കിൽ ഓണർഷിപ്പ്, ഇത് രണ്ടും കൺഫേം ചെയ്യാനായിട്ട് കഴിയണം. Another one, to see that the assets are free from charge or mortgage. ചില കേസുകളിൽ ഈ അസറ്റ്സുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം ഇപ്പോൾ ബിസിനസ് ഓർഗനൈസേഷൻ ചില ലോൺസുകൾ അഡ്വാൻസുകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരിക്കുക. അപ്പം അങ്ങനെയുള്ള അസറ്റ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് സെക്യൂരിറ്റി ആയിട്ട് നൽകി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലൊരു ചാർജ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അസറ്റ്സുകൾ ഏതെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ആ ഒരു അസറ്റ്സിനെ കാണിച്ചിട്ടുണ്ടോ എന്നുള്ളതും ഓഡിറ്റർ വെരിഫൈ ചെയ്യേണ്ടതാണ്. ദാറ്റ് ഈസ് ടു സീ ദാറ്റ് ദ അസറ്റ്സ് ആർ ഫ്രീ ഫ്രം എനി ചാർജ് ഓർ മോർട്ട്ഗേജ്. അനദർ വൺ, സെവൻത്ത് പോയിന്റ്, ടു സീ ദാറ്റ് ദ ലാബിലിറ്റീസ് ആർ ആക്ച്വലി പെയ്ഡ് ബൈ ദ ബിസിനസ് ഓർഗനൈസേഷൻ. ചില കേസുകളിൽ ഇപ്പോൾ ലാബിലിറ്റീസിൻ്റെ പേയ്മെൻറ്റ്സുകൾ എക്സസ് ആയിട്ട് കാണിക്കാം. അതായത് പ്രോഫിറ്റബിലിറ്റി റെഡ്യൂസ് ചെയ്ത് കാണിക്കുന്നതിന് വേണ്ടി ഇൻകം ടാക്സിനെ റെഡ്യൂസ് ചെയ്യിക്കാനൊക്കെ ആയിട്ട് പല ആവശ്യങ്ങൾക്കും ചില രീതിയിൽ അക്കൗണ്ട്സുകളെല്ലാം മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ലാബിലിറ്റീസുകൾ എന്ത് ചെയ്യാം കാണിക്കാം. അപ്പോൾ ആക്ച്വലി പേ ചെയ്തിട്ടുള്ള ലാബിലിറ്റീസുകൾ തന്നെയാണ് എന്നുള്ളത് ഓഡിറ്റർ എൻഷുർ ചെയ്യേണ്ടതാണ്. അനദർ വൺ, ലാസ്റ്റ് പോയിന്റ്, ടു ഡിറ്റക്ട് ആൻഡ് ഫ്രോഡ് ചെക്ക് ദ അരിതമെറ്റിക്കൽ ആക്യുറസി ആൻഡ് പോസ്റ്റിംഗ്. നമുക്കറിയാം ഓഡിറ്റിങ്ങിൻ്റെ രണ്ട് മെയിൻ ഒബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റക്റ്റിംഗ് ആൻഡ് പ്രിവെൻറ്റിംഗ് ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് ആണ്. അപ്പോൾ ഇത് രണ്ടും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള റെക്കോർഡ്സുകളിൽ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ വരുന്ന അസറ്റ്സുകൾ ലാബിലിറ്റീസുകൾ അല്ലെങ്കിൽ ആ ഒരു റെക്കോർഡിങ് ചെയ്യുന്നത് അല്ലെങ്കിൽ പോസ്റ്റിംഗ് ചെയ്യുന്ന എൻട്രീസുകൾ അല്ലെങ്കിൽ അതിനെ വാല്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ അരിതമെറ്റിക്കലായിട്ടുള്ള ആക്യുറസി, ഇതിലെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. എറേഴ്സുകൾ അല്ലെങ്കിൽ ഫ്രോഡ്സുകൾ അല്ലെങ്കിൽ അക്കൗണ്ട്സുകളുടെ മിസ്അപ്രോപ്രിയേഷൻസുകൾ അല്ലെങ്കിൽ ഡെലിബറേറ്റ്ലി തന്നെ അക്കൗണ്ട്സുകളെ മാനിപ്പുലേഷൻ ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പക്ഷേ വെരിഫിക്കേഷൻ ചെയ്യുന്നതിലൂടെ ഈ പറയുന്ന എറേഴ്സുകളെയും ഫ്രോഡ്സുകളെയും ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഓഡിറ്റർക്ക് കഴിയും. അപ്പോൾ പ്രിവെൻറ്റ് ചെയ്യണം, അതേസമയം ഡിറ്റക്ട് ചെയ്യണം. അപ്പോൾ ഈ വെരിഫിക്കേഷൻ്റെ ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡിറ്റക്ട് എനി ഫ്രോഡ് ഓർ എറേഴ്സ് ആൻഡ് ചെക്ക് അരിതമെറ്റിക്കൽ ആക്യുറസി ഓഫ് ദ പോസ്റ്റിംഗ്. These are the object of the verification of assets and liability. Another point is that differences between vouching and verification ആണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലെ ടോപ്പിക്സുകളായിരുന്നു വൗച്ചിങ് എന്ന് പറയുന്ന ടോപ്പിക്ക്. അപ്പോൾ ആ വൗച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് എന്തിനു വേണ്ടി വൗച്ചിങ് ചെയ്യുന്നു, അതിൻ്റെ ഒബ്ജക്റ്റൊക്കെ നമുക്ക് മനസ്സിലായി. ഏതെല്ലാം ഐറ്റംസുകളാണ് വൗച്ചിങ് ചെയ്യേണ്ടത്, വൗച്ചിങ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഓഡിറ്റേഴ്സിൻ്റെ ഡ്യൂട്ടി എങ്ങനെയാണ് ഓരോ ഐറ്റംസുകളും വൗച്ചിങ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഇവിടെ വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനെ റിലേറ്റഡ് ആയിട്ട് കൊണ്ട് എന്താണ് വെരിഫിക്കേഷൻ, എന്താണ് വൗച്ചിങ് എന്ന് പറയുന്നതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കണം. നമുക്കറിയാം വൗച്ചിങ് ഈസ് ദ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓർ കെയർഫുൾ എക്സാമിനേഷൻ വിത്ത് ദ documentary evidence or supporting evidence, that is the transactions or entries recorded in the books of account. The vouchers are examples of vouchers are bills, invoice, then receipts, cash memos, minutes book, etc.
ബുക്സ് ഓഫ് അക്കൗണ്ടുകളിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഓരോ എൻട്രീസുകളെയും ഡോക്യുമെൻ്ററി എവിഡൻസിൻ്റെ ഹെൽപ്പോടുകൂടെ അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് എവിഡൻസിൻ്റെ ഹെൽപ്പോടുകൂടെ എക്സാമിനേഷൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വൗച്ചിങ് എന്ന് പറയുന്നത്. പക്ഷെ അതേസമയം വെരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ വെരിഫിക്കേഷൻ നമ്മളിപ്പോൾ പറഞ്ഞതാണ്. വെരിഫിക്കേഷൻ മീൻസ് ദ പ്രൂവിങ്, ദ കൺഫർമേഷൻ, ദ ഒതൻറ്റിസിറ്റി, it's the possession or ownership or existence of assets and liability. വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടുകളിൽ കാണിക്കുന്ന ഓരോ അസറ്റ്സുകളും ഓരോ ലാബിലിറ്റീസുകളും അത് ലീഗൽ ആയിട്ടുള്ളത് തന്നെയാണ്, എക്സിസ്റ്റൻസ് ആണ്. ഇനി അസറ്റ്സിൻ്റെ കേസുകളിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ പൊസഷനും ഓണർഷിപ്പും അതിനെ കൺഫേം ചെയ്യാനായിട്ട് കഴിയണം. അപ്പോൾ പ്രൂവ് ചെയ്യിക്കുന്ന ഒരു പ്രോസസ്സിങ് ആണ് എന്ത് പറയുന്നത്, വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൂവ് ചെയ്യിക്കുമ്പോൾ ഇപ്പോൾ പൊസഷൻ ആവട്ടെ അല്ലെങ്കിൽ ഓണർഷിപ്പ് ആവട്ടെ അതിൻ്റെ എക്സിസ്റ്റൻസ് ആവട്ടെ, അപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ വാല്യൂ എത്ര എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. ഓണർഷിപ്പ് പരിശോധിക്കുമ്പോൾ അതിൻ്റെ ടൈറ്റിൽ ഡീഡിനെ കുറിച്ച് എന്ത് ചെയ്യണം, എക്സാമിനേഷൻ ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് ഏതിൽ പറയുന്നത്, വെരിഫിക്കേഷനിൽ പറയുന്നത്. പക്ഷെ നമുക്ക് രണ്ടിൻ്റെയും ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ രണ്ടിൻ്റെയും എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തെല്ലാം ഡിഫറൻസുകളാണ് വൗച്ചിങ് ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് അസറ്റ്സ് ഇതിൽ വരുന്നത് എന്നുള്ളത്. ഫസ്റ്റ് വൺ ഒബ്ജക്റ്റീവ്സ് തന്നെ നമുക്ക് എടുക്കാം. വൗച്ചിങ് ആൻഡ് വെരിഫിക്കേഷൻ ഒബ്ജക്റ്റീവ്സ് ആണ് ആദ്യം ഡിഫറൻസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. what is the object of vouching? To prove the correctness and authenticity of transaction, that is vouching. vouching എന്തിനു വേണ്ടി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ്റെ ഓരോ ട്രാൻസാക്ഷൻ്റെയും ഡോക്യുമെൻ്ററി എവിഡൻസിനെയാണ് പരിശോധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അത് ശരിയായിട്ടുള്ളതാണ്, സത്യസന്ധമാണ്, അതിൻ്റെ ഒതൻറ്റിസിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, പ്രൂവ് ചെയ്യിക്കുന്നത്. പക്ഷേ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ടു കൺഫേം ദ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഓഫ് അസറ്റ്സ് ലാബിലിറ്റീസ് ആർ ഷോൺ ഇൻ ദി ബാലൻസ് ഷീറ്റ്. അതിൻ്റെ ഫിസിക്കൽ നമുക്ക് ഡോക്യുമെൻ്ററി എവിഡൻസ് ഉണ്ടായാൽ പോരാ, അസറ്റ്സിൻ്റെയും ലാബിലിറ്റീസിൻ്റെയും ഫിസിക്കലായിട്ടുള്ളൊരു എക്സാമിനേഷൻ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ പൊസഷനും അതുപോലെ തന്നെ അതിൻ്റെ ഓണർഷിപ്പും പ്രൂവ് ചെയ്യിക്കാനായിട്ട് കഴിയുള്ളൂ. സോ ദ വെരിഫിക്കേഷൻ ഈസ് ദി കൺഫർമേഷൻ ദ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ആൻഡ് ഓണർഷിപ്പ് ഓഫ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ഷോൺ ഇൻ ദി ബാലൻസ് ഷീറ്റ്. നെക്സ്റ്റ് ഡിഫറൻസ് ബേസിൻ്റെ മുകളിലാണ് പറയുന്നത്. ദ വൗച്ചിങ് ഈസ് ബേസ്ഡ് ഓൺ ദി എക്സാമിനേഷൻ ഓഫ് ഡോക്യുമെൻ്ററി എവിഡൻസ്. ഡോക്യുമെൻ്ററി എവിഡൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സാമ്പിൾസുകൾ നമുക്കറിയാം. ഇപ്പോൾ ഇൻവോയ്സ്, റെസീപ്റ്റ്സ്, ബിൽസുകൾ, ക്യാഷ് മെമ്മോസ് എക്സെട്ര. ഇതിൻ്റെ ബേസിലാണ് വൗച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സിങ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ ഡോക്യുമെൻ്ററി എക്സാമിനേഷനാണ് ചെയ്യുന്നത്. പക്ഷേ വെരിഫിക്കേഷൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ബോത്ത് ഫിസിക്കൽ എക്സാമിനേഷൻ ആൻഡ് ഡോക്യുമെൻ്ററി എവിഡൻസ്. ഡോക്യുമെൻ്ററി എവിഡൻസ് കൂടാതെ തന്നെ ഓരോ അസറ്റ്സുകളും ഫിസിക്കലി എക്സാമിനേഷൻ ചെയ്യുന്ന പ്രോസസ്സാണ് വെരിഫിക്കേഷനിലൂടെ ചെയ്യുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും ബേസ് നമുക്ക് മനസ്സിലായി. വൗച്ചിങ് എന്ന് പറയുന്നത് ഡോക്യുമെൻ്ററി എവിഡൻസ് ആണ്, പക്ഷേ വെരിഫിക്കേഷൻ ഡോക്യുമെൻ്ററി എവിഡൻസും ദെൻ ഫിസിക്കൽ എക്സാമിനേഷനും ആണ്. നമ്പർ 3, നേച്ചർ ഓഫ് വർക്ക്. ഏതെല്ലാം വർക്കുകളാണ് വൗച്ചിങ്ങിലും അതുപോലെ തന്നെ വെരിഫിക്കേഷനിലും വരുന്നത്. ഇറ്റ് ഈസ് എൻ എക്സാമിനേഷൻ ഓഫ് ഓൾ ട്രാൻസാക്ഷൻ റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്, ബട്ട് ഇൻ ദി കേസ് ഓഫ് വെരിഫിക്കേഷൻ ഇറ്റ് ഈസ് ദ എക്സാമിനേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് അപ്പിയറിംഗ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. വൗച്ചിങ്ങിൽ ബുക്സ് ഓഫ് അക്കൗണ്ടിലുള്ള എല്ലാ ട്രാൻസാക്ഷൻസുകളും, അതായത് റെക്കോർഡ് ചെയ്ത ഓരോ എൻട്രീസുകളും ഡോക്യുമെൻ്ററി എവിഡൻസിൻ്റെ ബേസോടുകൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് എക്സാമിനേഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ വെരിഫിക്കേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ എക്സിബിറ്റ് ചെയ്യുന്ന അസറ്റ്സുകളും ലാബിലിറ്റീസുകളുമാണ് എന്ത് ചെയ്യുന്നത്, എക്സാമിനേഷൻ ചെയ്യുന്നത്. But nature of work is in case of vouching, it is an examination of each and every entry recorded in the books of account. But in the case of verification of assets and liabilities, the work is done as the examination of assets and liabilities are only appeared in the balance sheet. Next, time of examination. Vouching എപ്പോഴാണ് ചെയ്യുന്നത്, വെരിഫിക്കേഷൻ എപ്പോഴാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ദാറ്റ് ഈസ് ദ വൗച്ചിങ്, ഇറ്റ് ഈസ് ഡൺ ഓൺ ദി ഹോൾ എൻട്രീസ് അപ്പിയറിംഗ് ഇൻ ദ ബുക്സ് ഇൻ ദ ബിസിനസ് ത്രൂ ഔട്ട് ദ ഇയർ.
വൗച്ചിങ് ചെയ്യുന്നത് എല്ലായ്പ്പോഴും, അതായത് ഓരോ ട്രാൻസാക്ഷൻസുകളും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴൊക്കെയാണോ ഓഡിറ്റിംഗ് ചെയ്യുന്നത് അതിൽ റെക്കോർഡ് ചെയ്ത എല്ലാ ട്രാൻസാക്ഷൻസുകളും ത്രൂ ഔട്ട് ദ ഇയറിൽ എന്ത് ചെയ്തിരിക്കും, എക്സാമിനേഷൻ ചെയ്തിരിക്കും. ദാറ്റ് ഈസ് ദ വൗച്ചിങ്. വൗച്ചിങ് ചെയ്തതിന് ശേഷമാണ് എൻഡ് ഓഫ് ദി ഇയറിൽ ചെയ്യുന്ന പ്രോസസ്സാണ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓഡിറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന മറ്റൊരു ആക്ടാണ് വെരിഫിക്കേഷൻ. സോ ഇറ്റ് ഈസ് ഡൺ അറ്റ് ദി എൻഡ് ഓഫ് ദ ഇയർ. ഓക്കെ, നെക്സ്റ്റ് വൺ പറയുന്നത് ഓർഡർ ഓഫ് വർക്കാണ്. ഇങ്ങനെയാണ് വൗച്ചിങ് അതിൻ്റെ ഓർഡർ. ദെൻ എപ്പോഴായിരിക്കും വെരിഫിക്കേഷൻ ചെയ്യുക എന്നുള്ളത്. ദാറ്റ് ഈസ് വൗച്ചിങ് ഇറ്റ് ഈസ് ദ പ്രിലിമിനറി സോ ദാറ്റ് ഇറ്റ് ടേക്സ് പ്ലേസ് അറ്റ് ഫസ്റ്റ്. വൗച്ചിങ് ചെയ്യുന്നത് ഓഡിറ്ററുടെ ഫസ്റ്റ് ഡ്യൂട്ടിയാണ്. ഓരോ ഓഡിറ്റ് വർക്കും കണ്ടക്ട് ചെയ്യുമ്പോൾ ഓരോ ട്രാൻസാക്ഷൻസുകളും റെക്കോർഡ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ ഓഡിറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, വൗച്ചിങ്ങിന് വിധേയമാക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ദ പ്രിലിമിനറി വർക്ക് സോ ദാറ്റ് ഇറ്റ് ടേക്സ് പ്ലേസ് ഫസ്റ്റ്. അനദർ പക്ഷേ എപ്പോഴായിരിക്കും വെരിഫിക്കേഷൻ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി എൻഡ് പ്രോസസ്. വെരിഫിക്കേഷൻ ബിഗിൻസ് ആഫ്റ്റർ വൗച്ചിങ്. അതായത് ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള റെക്കോർഡ്സുകൾ പരിശോധിക്കുന്നത് ഫൈനാൻഷ്യൽ ഇയറിലാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സ് വൗച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് വെരിഫിക്കേഷൻ പ്രോസസ്സിങ് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ ഓർഡർ ഓഫ് ദി വർക്ക്. ദെൻ end result of the these process. What is the result of the vouching and what is the result of the verification? ഫസ്റ്റ് പറയുന്നത് എന്താണ് ഈ വൗച്ചിങ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട്. ഇറ്റ് ഈസ് ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് വെദർ എ പെർട്ടിക്കുലർ അസറ്റ്സ് ഓർ ലയബിലിറ്റി റിയലി എക്സിസ്റ്റ് ഓൺ ബാലൻസ് ഷീറ്റ്. വൗച്ചിങ് നമുക്കറിയാം ഓരോ ട്രാൻസാക്ഷൻസുകളും എൻ്റർ ചെയ്തിട്ടുള്ളതിനെ പ്രൂവ് ചെയ്യിക്കുന്നതാണ്, അതിൻ്റെ ഒതൻറ്റിസിറ്റി പ്രൂവ് ചെയ്യിക്കുന്നതാണ്. പക്ഷേ അസറ്റ്സുകളും ലയബിലിറ്റീസുകളും എക്സിസ്റ്റ് ചെയ്തിട്ടുള്ളത് റിയൽ ആണോ അല്ലെങ്കിൽ അതിൻ്റെ പൊസഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പിനെ എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, മെഷർ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ പ്രൂവ് ചെയ്യിക്കാനോ കൺഫേം ചെയ്യിക്കാനോ ഉള്ള പ്രോസസ്സല്ല വൗച്ചിങ് എന്ന് പറയുന്നത്. സോ വൗച്ചിങ് ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് whether a particular assets or liability really exist on balance sheet date. ബാലൻസ് ഷീറ്റിൽ ഫൈനാൻഷ്യൽ ഇയറിൽ പ്രിപ്പയർ ചെയ്യുന്ന ബാലൻസ് ഷീറ്റിൽ അവിടെ ഓരോ ഐറ്റംസുകളും വൗച്ചിങ്ങിന് വിധേയമാക്കുമ്പോൾ പക്ഷേ അതെന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, അതിൻ്റെ വാല്യൂ മെഷർ ചെയ്യാനോ ഒതൻറ്റിസിറ്റി മെഷർ ചെയ്യാനോ കഴിയില്ല. But the verification proves whether each assets or liability exist on the date of the balance sheet. വെരിഫിക്കേഷനിൽ നമുക്കറിയാം it is an examination or proving or confirmation that assets are and liabilities are existed or possessed or honored by the business firm. അതിനു വേണ്ടിയാണ് വെരിഫിക്കേഷൻ ചെയ്യുന്നത്. So it proves whether the each assets and liabilities are exist on the date or balance sheet date. ബാലൻസ് ഷീറ്റിൽ എക്സിബിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൻ്റെ ഡേറ്റിൽ എക്സിബിറ്റ് ചെയ്യുന്ന അസറ്റ്സുകളും ലയബിലിറ്റീസുകളും തന്നെ ശരിയാണ് എന്നുള്ളത് പ്രൂവ് ചെയ്യിക്കുന്ന ഡോക്യുമെൻറ്റേഷനാണ് അല്ലെങ്കിൽ പ്രോസസ്സിംഗ് ആണ് വെരിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ലാസ്റ്റ് ഡിഫറൻസ് ഈസ് ദാറ്റ് ആരായിരിക്കും ഈ വൗച്ചിങ് അല്ലെങ്കിൽ വാല്യുവേഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ വൗച്ചിങ് ഈസ് ഡൺ ബൈ ദ ജൂനിയർ സ്റ്റാഫ്, ദെൻ വെരിഫിക്കേഷൻ ഡൺ ബൈ ദ ഓഡിറ്റർ ഹിംസെൽഫ്. ലാസ്റ്റ് ഡിഫറൻസ് നമ്മൾ പറഞ്ഞു, ഓഡിറ്റർ വൗച്ചിങ് ചെയ്യുന്നത് ജൂനിയർ സ്റ്റാഫാണ്, പക്ഷേ വെരിഫിക്കേഷൻ ചെയ്യുന്നത് ഓഡിറ്റർ തന്നെയാണ്. ഇത്രയാണ് നമുക്ക് ഡിഫറൻസസ് ബിറ്റ്വീൻ വൗച്ചിങ് ആൻഡ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ പറയാനുള്ളത്. ഇനി വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ഓഡിറ്റേഴ്സിൻ്റെ ഡ്യൂട്ടി എങ്ങനെയാണ്, ഓരോ ഐറ്റംസുകളും വെരിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. വെരിഫിക്കേഷൻ ഓഫ് ദി ക്യാഷ് ബാലൻസ് ആണ് ആദ്യം പറയുന്നത്. അതായത് വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് ഓഡിറ്റർ ക്യാഷ് ബാലൻസ് എങ്ങനെയാണ് വെരിഫൈ ചെയ്യുന്നത്. അപ്പോൾ ക്യാഷ് ബാലൻസ് നമുക്കറിയാം, ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് ക്യാഷ് ബുക്കിലായിരിക്കും എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. ആ ക്യാഷ് ബുക്കിൽ
അപ്പോൾ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള ക്യാഷ് ബാലൻസിനെ ആദ്യമായിട്ട് വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ ഓഡിറ്റർ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിൽ അതായത് ക്ലോസിംഗ് ഡേറ്റിലുള്ള ഒരു ബാലൻസ് ആയിരിക്കും അവിടെ എക്സിബിറ്റ് ചെയ്യുന്നത്. ഓഡിറ്റർ ഒരു സർപ്രൈസ് വിസിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ക്യാഷ് ബാലൻസിനെ എന്ത് ചെയ്യണം, ഫിസിക്കലി കൗണ്ടിങ് ചെയ്യണം. അപ്പോൾ ഫിസിക്കലി കൗണ്ടിങ് ചെയ്യുമ്പോൾ ആ ബാലൻസ് തന്നെ ആയിരിക്കണം ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്ന ക്യാഷ് ബാലൻസും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ക്യാഷ് ബാലൻസ് കൗണ്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ 1000 റുപ്പീസാണ് ഓഡിറ്റർക്ക് വരുന്നതെങ്കിൽ സെയിം എമൗണ്ട് തന്നെ ആയിരിക്കണം എവിടെയും കാണിക്കേണ്ടത്, ക്യാഷ് ബുക്കിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് എന്ന് പറയുന്ന ഒരു ഐറ്റം വളരെ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യുമ്പോൾ ആ ഫേമിൽ കറക്റ്റായിട്ടുള്ള ഒരു ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് സിസ്റ്റം തന്നെയാണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്താനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ ക്യാഷ് ബുക്കിൽ അതിലുള്ള എൻട്രീസുകൾ മനസ്സിലാക്കാനായിട്ട് ഓഡിറ്റർ റഫ് ക്യാഷ് ബുക്കിനെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ റഫ് ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് തന്നെയാണോ ഈ ഫൈനലായിട്ട് ഫേം പ്രിപ്പയർ ചെയ്തിട്ടുള്ള ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഓഡിറ്റർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഒരു പ്രയർ നോട്ടീസ് നൽകാതെ ക്ലയൻറ്റിൻ്റെ ഫേമിൽ വന്നുകൊണ്ട് ഒരു ക്യാഷ് ബാലൻസിനെ കൗണ്ട് ചെയ്യുകയും അതേസമയം ഒരു റഫ് ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ആ ക്യാഷ് ബാലൻസിൻ്റെ റെക്കോർഡിങ്സ് കറക്റ്റാണോ എന്നുള്ളത് വെരിഫൈ ചെയ്യലാണ് ഓഡിറ്റർക്ക് ഈ ക്യാഷ് ബാലൻസിൻ്റെ വെരിഫിക്കേഷനിൽ ചെയ്യാനുള്ള ഡ്യൂട്ടി. So, if the cash of the counter and balance of the rough cash book are the same, it is the proof or correctness of the books and accounts of the concern. അപ്പോൾ ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം ഫോളോ ചെയ്യുന്നൊരു ഫേമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഒരു മിസ്റ്റേക്സുകളും ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ആ അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ റഫ് ക്യാഷ് ബുക്കിൻ്റെ കറക്റ്റായിട്ടുള്ള എമൗണ്ട് തന്നെയാണോ, അല്ലെങ്കിൽ കൗണ്ടിങ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് സെയിം തന്നെയാണോ, ഇത് രണ്ടിൻ്റെയും ബേസിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ആ ഫേമിലെ അക്കൗണ്ടിങ് സിസ്റ്റം കറക്റ്റാണ് എന്നുള്ളത് കൺഫേം ചെയ്യാനായിട്ട് കഴിയും. നെക്സ്റ്റ്, ഇതാണ് ഫസ്റ്റ് ഡ്യൂട്ടി, ഓഡിറ്ററുടെ വെരിഫിക്കേഷനുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് ദ പ്രിൻസിപ്പൽ ഡ്യൂട്ടി ഓഫ് എൻ ഓഡിറ്റർ ഈസ് ടു സാറ്റിസ്ഫൈ ഹിംസെൽഫ് അബൌട്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് അസറ്റ്സ് ആൻഡ് കൺഫർമേഷൻ ഓഫ് ദെയർ ഓണർഷിപ്പാണ്. അപ്പോൾ ഓണർഷിപ്പിൻ്റെ തന്നെയാണ് ഇനി കൺഫേം ചെയ്യേണ്ടത്. അപ്പോൾ നേരത്തെ നമ്മൾ ക്യാഷ് ബാലൻസിൻ്റെ കേസ് പറഞ്ഞപ്പോൾ ആ എക്സിസ്റ്റഡ് ആയിട്ടുള്ള ക്യാഷ് ബാലൻസ് റഫ് ക്യാഷ് ബുക്കിൻ്റെ ബേസിലും അതുപോലെ തന്നെ ഫിസിക്കലി എക്സാമിനേഷൻ ചെയ്യുന്ന ബേസിലും കൺഫേം ചെയ്യാനായിട്ട് ഓഡിറ്റർ കഴിഞ്ഞു. അപ്പോൾ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഒരു കൺഫേമേഷനാണ്, പ്രൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ രണ്ടും ഈ ക്യാഷ് ബാലൻസിനെ പ്രൂവ് ചെയ്യിക്കാനായിട്ട് ഓഡിറ്റർ കഴിഞ്ഞു. ഇനി അസറ്റ്സുകളും ലാബിലിറ്റീസുകളും അതിൻ്റെ ഓണർഷിപ്പിനെ കൺഫേമേഷൻ ചെയ്യുന്ന ഡ്യൂട്ടിയാണ് നെക്സ്റ്റ് പ്രിൻസിപ്പൽ ഡ്യൂട്ടി ആയിട്ട് വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ഓഡിറ്റർക്ക് ചെയ്യാനുള്ളത്. ഇനി അതുപോലെ തന്നെ ലാബിലിറ്റീസിൻ്റെ ബേസ്ഡ് ആയി കഴിഞ്ഞാലും റിഗാർഡിംഗ് ദ ലാബിലിറ്റീസ് ദ ഓഡിറ്റർ ഷുഡ് ചെക്ക് ദ എക്സിസ്റ്റൻസ് ഓഫ് ലാബിലിറ്റീസ് ആർ പെയ്ഡ് പ്രോപ്പർലി. ഇപ്പോൾ നൽകുന്ന ലാബിലിറ്റീസുകൾ ഇതെല്ലാം പ്രോപ്പർലി അത് ഓതറൈസ്ഡ് ആയിട്ടുള്ള തന്നെയാണോ അല്ലെങ്കിൽ ഒറിജിനലി പേ ചെയ്തിട്ടുള്ളതാണോ എന്നുള്ളത് ഓഡിറ്റർ വെരിഫൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ട 2-3 കേസുകളുണ്ട്. ഇത്തരത്തിലുള്ള പേയ്മെൻറ്റുകളും അങ്ങനെയുള്ള ചില അസറ്റ്സുകളും, ഇപ്പോൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്ന അസറ്റ്സുകളും അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന ലാബിലിറ്റീസുകൾ, ഇതെല്ലാം ചെക്ക് ചെയ്യുമ്പോൾ ഓഡിറ്റർ ചില പ്രത്യേകമായിട്ടുള്ള പ്രൂഫുകൾ നോക്കിക്കൊണ്ടായിരിക്കണം അതിൻ്റെ എക്സിസ്റ്റൻസ്, പൊസഷൻ അല്ലെങ്കിൽ ഓണർഷിപ്പിനെ പ്രൂവ് ചെയ്യിക്കേണ്ടത്. അപ്പോൾ ഇവ നമുക്ക് ആദ്യം നോക്കാം. ഡെപ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിൻ്റെ കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഡെപ്റ്റേഴ്സുമായിട്ട് തന്നെ എന്ത് ചെയ്യണം, കോണ്ടാക്ട് ചെയ്തുകൊണ്ട് കൺഫേം ചെയ്യേണ്ടതാണ്. അപ്പോൾ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അസറ്റ്സ് ആണ്, ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ലാബിലിറ്റിയാണ്. അപ്പോൾ ഡെപ്റ്റേഴ്സ് ഒറിജിനലി ഡെപ്റ്റേഴ്സ് തന്നെയാണോ, ബാഡ് ഡെപ്റ്റ് ആയിട്ടുള്ളവരാണോ അല്ലെങ്കിൽ അവർക്ക് ഗുഡ് ആയിട്ടുള്ള ഡെപ്റ്റേഴ്സ് ആണോ ഇത് നോക്കുന്നതിന് വേണ്ടി, കൺഫേം ചെയ്യുന്നതിന് വേണ്ടി കൺഫർമേഷൻ, ഈ ഡെപ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള കൺഫർമേഷൻ ഉണ്ടായിരിക്കണം. അനദർ വൺ പറയുന്നത് ഇപ്പോൾ ക്രെഡിറ്റേഴ്സിൻ്റെ കേസിൽ ഇപ്പോൾ ലാബിലിറ്റിയെ എന്ത് ചെയ്യാം, എക്സീഡ് ചെയ്ത് കാണിക്കാം. പക്ഷെ അതില്ലാതിരിക്കുന്നതിന് വേണ്ടി ലാബിലിറ്റീസുകൾ ഒറിജിനലി പേ ചെയ്തിട്ടുള്ളതാണെന്ന് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി
ക്രെഡിറ്റേഴ്സിൻ്റെ ലിസ്റ്റും സ്വീകരിക്കണം. അവരിൽ നിന്ന് കൺഫർമേഷൻ ഒബ്റ്റെയിൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ബാങ്ക് ലോൺസുകൾ അല്ലെങ്കിൽ ഡിപ്പോസിറ്റ്സുകൾ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാങ്ക് ബാലൻസുകൾ ഒക്കെ പറയുന്നുണ്ടെങ്കിൽ ബാങ്കുമായിട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ട് ആ ഒരു കറസ്പോണ്ടൻസിലൂടെ ഈ പറയുന്ന ഐറ്റംസുകളുടെ ഓണർഷിപ്പും എക്സിസ്റ്റൻസും കൺഫേം ചെയ്യാനായിട്ട് ഓഡിറ്റർക്ക് കഴിയണം. ഇനി ബാങ്ക് ബാലൻസിനെ ഷോ ചെയ്യുന്നതിന് വേണ്ടി ബാങ്കിൻ്റെ പാസ്ബുക്കുകൾ, അല്ലെങ്കിൽ അതുപോലെ തന്നെ കൺസേൺസിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കുന്ന ബാങ്ക് ബാലൻസ്, ഇത് രണ്ടും കമ്പയർ ചെയ്തുകൊണ്ട് വെരിഫൈ ചെയ്യണം. അതേസമയം ബാങ്കുമായിട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ട് അവരിൽ നിന്നും കൺഫർമേഷൻ ഒബ്റ്റെയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ സെക്കൻഡ് കേസ് നമ്മൾ പറഞ്ഞത് ഒരു പ്രിൻസിപ്പൽ ഡ്യൂട്ടി തന്നെയാണ് അസറ്റ്സുകളും ലാബിലിറ്റീസുകളും ഒറിജിനലി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നതാണ് എന്നുള്ളതും പൊസസ് ചെയ്യുന്നതാണ് എന്നുള്ളതും ഉറപ്പുവരുത്തുന്നത്. അപ്പോൾ വെരിഫിക്കേഷൻ്റെ രണ്ടാം ഘട്ടമാണ് നമ്മളിവിടെ പറഞ്ഞത്. നെക്സ്റ്റ് ഇനി നമുക്ക് നോക്കാനുള്ളത് ഫിക്സ്ഡ് ആയിട്ടുള്ള അസറ്റ്സുകളൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫിക്സ്ഡ് ആയിട്ടുള്ള അസറ്റ്സുകൾ വരുമ്പോൾ അതിനെ ഫിസിക്കലി എക്സാമിനേഷൻ ചെയ്തുകൊണ്ടാണ് ഫേമിൻ്റെ അസറ്റ്സ് ആണ് എന്നുള്ളതും, അല്ലെങ്കിൽ ഫേമിൻ്റെ ബാലൻസ് ഷീറ്റിൽ എക്സിബിറ്റ് ചെയ്തിട്ടുള്ള അസറ്റാണ് എന്നുള്ളതും, ഫേമിൻ്റെ ഒറിജിനൽ എക്സിസ്റ്റൻസ് ആണ് എന്നുള്ളതും ഉറപ്പുവരുത്തേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി എന്ത് ചെയ്തിരിക്കണം, ബാലൻസ് ഷീറ്റിൻ്റെ ക്ലോസിംഗ് ആയിട്ടുള്ള വാല്യൂ ഈ അസറ്റ്സുകൾക്കും ലാബിലിറ്റീസ് അസറ്റ്സുകൾക്ക് ഉള്ളതാണ് എന്നുള്ളത് ഉറപ്പുവരുത്താനായിട്ട് കഴിയണം. ഇനി ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ കേസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഒരു അസറ്റായിട്ട് വരുന്നത് തന്നെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. അത്തരത്തിലുള്ള അസറ്റ്സുകൾ വെരിഫൈ ചെയ്യുമ്പോൾ അപ്പോൾ അതിൻ്റെ വാല്യൂവിൻ്റെ ബേസിലാണ് കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി പ്രത്യേക രീതിയിൽ ചില കോസ്റ്റ് പ്രൈസ്, അതുപോലെ തന്നെ ബുക്ക് വാല്യൂ, മാർക്കറ്റ് പ്രൈസ്, റീപ്ലേസ്മെൻറ്റ് വാല്യൂ എന്ന് പറയുന്ന അസറ്റ്സിൻ്റെ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസുകളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള ക്ലോസിംഗ് അസറ്റ്സുകളെ എന്ത് ചെയ്യേണ്ടത്, കൺഫേം ചെയ്യേണ്ടത്. അങ്ങനെ ആയിക്കഴിഞ്ഞാലും ഓരോ അസറ്റ്സുകളും എടുക്കുമ്പോൾ അതിൻ്റെ ഫിസിക്കലായിട്ടുള്ള എക്സാമിനേഷൻ ചെയ്യണം. അതിനെ സൂപ്പർവൈസ് ചെയ്യേണ്ടതും ഓഡിറ്ററുടെ ഡ്യൂട്ടി തന്നെയാണ്. അപ്പോൾ ഇനി അത് മാത്രമല്ല, ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ കേസുകളൊക്കെ, ഇൻവെസ്റ്റ്മെൻറ്റും ഒരു അസറ്റ്സ് ആയിട്ട് തന്നെ വരുന്നതാണ്. ഓഡിറ്റർ ആ ഇൻവെസ്റ്റ്മെൻറ്റുകൾ തന്നെ ഒന്നുകിൽ ഷെയറുകളായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫിക്സ്ഡ് ആയിട്ടുള്ള അസറ്റ്സുകളായിരിക്കാം. അപ്പോൾ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റുകളും ഇപ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഷെയർസുകൾ അല്ലെങ്കിൽ സെക്യൂരിറ്റീസുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കാം, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളുമായിട്ട് എന്ത് ചെയ്തിരിക്കണം, കോൺടാക്ട് ചെയ്യണം. ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ തന്നെയാണോ എന്നുള്ളത് കൺഫേം ചെയ്തിരിക്കണം. ഇനി ഓരോ ഇൻവെസ്റ്റ്മെൻറ്റുകളും, ഇപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു അസറ്റാണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യാം, ചിലപ്പോൾ ബോറോയിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ലോൺസും അഡ്വാൻസുകളെല്ലാം എടുക്കുന്നതിന് വേണ്ടി സെക്യൂരിറ്റി ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളൊന്നും ഫ്രീ ചാർജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് എന്നുള്ളത് ഓഡിറ്റർക്ക് പ്രൂവ് ചെയ്യിക്കാനായിട്ട് കഴിയണം. അതായത് അസറ്റ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു എമൗണ്ട് എഴുതിയിട്ടുണ്ടായിരിക്കും, പക്ഷേ അതേസമയം ഈ ഇൻവെസ്റ്റ്മെൻറ്റുകൾ തന്നെ എന്തിന് നൽകിയിട്ടുണ്ടായിരിക്കാം, മോർട്ട്ഗേജ് ചെയ്യുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ലോൺസിന് വേണ്ടിയോ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അസറ്റ്സുകളൊന്നും ഒറിജിനലി ഇപ്പോൾ ഈ ഒരു ഫേമിൻ്റെ പൊസഷനിൽ വരുന്നതല്ല. അതിൻ്റെ ഓണർഷിപ്പുണ്ട്, പക്ഷേ പൊസഷൻ അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ പൊസഷൻ ഉണ്ടോ എന്നുള്ളതും ഓണർഷിപ്പ് റിയൽ ആണോ എന്നുള്ളതും എക്സിസ്റ്റഡ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റിൽ ഈ ഫിനാൻഷ്യൽ ഇയറിൽ എക്സിസ്റ്റ് ചെയ്യുന്നതാണോ എന്നുള്ളതും ഉറപ്പ് വരുന്നതാണ് ഓഡിറ്റേഴ്സിൻ്റെ ഡ്യൂട്ടിയുടെ വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ഓഡിറ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ അസറ്റ്സുകളിലും ഓരോ ഫ്രീ അസറ്റ്സുകൾ പരിശോധിക്കുമ്പോഴും അതിൻ്റെ വാല്യൂ, പൊസഷൻ, ഓണർഷിപ്പ്, എക്സിസ്റ്റൻസ്, അതിനോടൊപ്പം തന്നെ ഫ്രീ ഓഫ് ചാർജിലുള്ളതാണോ ഓരോ അസറ്റ്സുകൾ എന്നുള്ളതും ഓഡിറ്റർ വെരിഫൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ ഒരു വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ വൗച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെ അതിനുശേഷം ഓരോ ബാലൻസ് ഷീറ്റിൽ എക്സിബിറ്റ് ചെയ്യുന്ന അസറ്റ്സുകളും ലാബിലിറ്റീസുകളും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സാമിനേഷന് വിധേയമാക്കി അതിൻ്റെ എക്സിസ്റ്റൻസ്, വാല്യൂ കൺഫേം ചെയ്യുന്ന പ്രോസസ്സാണ് വെരിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കതിൻ്റെ വാല്യുവേഷൻ ചെയ്യാനുണ്ട്. വാല്യുവേഷൻ ഓഫ് അസറ്റ്സും ലാബിലിറ്റീസുകളും.
അപ്പോൾ വാല്യുവേഷൻ ചെയ്യുമ്പോൾ അസറ്റ്സിൻ്റെ വാല്യൂവിനാണ്, അതായത് അതിൻ്റെ ഒറിജിനൽ വാല്യൂവിൽ തന്നെയാണോ അല്ലെങ്കിൽ അതിൻ്റെ ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതും, അതുപോലെ തന്നെ ഓരോ അസറ്റ്സിൻ്റെയും എക്സ്പെക്റ്റഡ് ലൈഫ് എത്രയാണ് എന്നുള്ളതും, ഓരോ അസറ്റ്സുകൾക്കും ഇനി റിയലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതും, ഇനി ഓരോ അസറ്റ്സുകളും ഒബ്സലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാൻസ് എത്രയാണ് എന്നുള്ളതും, ഓരോ അസറ്റ്സുകളും റീപ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ റീപ്ലേസ്ഡ് ആയിട്ടുള്ള വാല്യൂ എത്രയാണെന്നുള്ളതും, ഡിപ്രീസിയേഷൻ്റെ മെത്തേഡ്സുകളും ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടും, ഇനി ഓരോ അസറ്റ്സുകളും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസുകളും സ്റ്റാൻഡേർഡ്സുകളും ഉണ്ടായിരിക്കും. അതിൻ്റെ ബേസിലാണ് അസറ്റ്സുകൾ എന്ത് ചെയ്യേണ്ടത്, വാല്യൂ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ വാല്യുവേഷൻ ഓഫ് അസറ്റ്സും അതുപോലെ തന്നെ ലയബിലിറ്റീസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യണം പറഞ്ഞു, വെരിഫിക്കേഷനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്.